ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് ഞാൻ കാത്തിരുന്ന ആ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. എന്തായാലും ബാക്കിയുള്ള വിശേഷം പുറകെ വരുന്നുണ്ട്. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് ഉള്ള അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതായത് കുറച്ച് ദിവസമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഏതാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അങ്ങനെ തിരുമധുരം കിട്ടി. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ എൻ്റെ കാത്തിരിപ്പ് നാളെയാണ് അവസാനിക്കുന്നത്. അതായത് ഒരു സ്ഥലം, അതായത് ഒരു അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഉള്ള തയ്യാറെടുപ്പ്. 10 ദിവസം 10 അമ്പലം എന്നുള്ളൊരു ക്യാപ്ഷനോടുകൂടി ഞാൻ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും 10 ദിവസം 10 അമ്പലം എന്നുള്ള ഇത്. അപ്പം നാളെയാണ് 10ാം നാൾ. 10 അമ്പലം എത്തുന്നത് നാളെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ഇനി അടുത്ത് നാളെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് വീഡിയോസുണ്ട്. സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും വഴിയെ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഉണ്ട്. ഇനി കുറച്ച് പൂജാ സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഗായ്സ്. അങ്ങനെ നമ്മൾ പൂജാ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി സുജ ഫ്ലവർ മാർക്കറ്റിലാണ് വന്നത്. എതിരയിലാണ്. അപ്പോൾ നമുക്കുള്ള പൂവെല്ലാം കെട്ടി സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാൻ. ഹായ് ഗായ്സ്, അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് വീട്ടിൽ വന്നു. പിന്നെ ഇനി നാളെ പോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കണം. അപ്പം ഏറെക്കുറെയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ പാക്കിങ്ങൊക്കെ ഏറെക്കുറെ പകുതിയായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ രാവിലെ പോകണം. 5 മണിക്ക് പോകണം. പായസം ഇടണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നാളെ പറയാം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം നാളെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ കാണാം ഗായ്സ്. അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ശബരിമലയാണ് പോകുന്നത്. അപ്പോൾ ഈ വർഷത്തെ ശബരിമല ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു പടവിരുത്തിയതും ബാക്കി കുറച്ച് പരിപാടി ഒക്കെ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ, കൊള്ളാം. മതി മതി മതി. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ ശബരിമല ട്രിപ്പ് ഇന്നാണ്. നമ്മളെ പായസം ഇടുന്ന ചടങ്ങെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൊൻപാറത്തെ അഭിച്ചേട്ടനാണ് പായസം ഇടുന്നത്. പിന്നെ നമ്മുടെ ഗുരുസ്വാമിയുണ്ട്, പിന്നെ വിമൽ ചേട്ടനുണ്ട്. അങ്ങനെ കുറച്ച് ടീംസുകളുണ്ട്. പിന്നെ 2 മാളികപ്പുറം ഉണ്ട്. 2 അല്ല, 1 മാളികപ്പുറം ഉണ്ട്. പിന്നെ ബാക്കി കുറച്ച് കുഞ്ഞയ്യപ്പന്മാരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വഴി അവരെല്ലാം പരിചയപ്പെടാം. ബാക്കി എന്തായാലും വിശേഷങ്ങൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പൊൻപാറത്തെ അഭിച്ചേട്ടൻ. അപ്പം അഭിച്ചേട്ടൻ പായസം ഇടാനുള്ള നമ്മളെ പായസം ഏറെക്കുറെ റെഡിയായി വരികയാണ്.
ഇതാണ് ഞാൻ പറഞ്ഞ പൊൻപാർത്ത അഭിച്ചേട്ടൻ. ഇത് വിമൽ ചേട്ടൻ. ഇത് കാശി. ഈ സമയം നമ്മളെ കെട്ടി തുടങ്ങുന്ന സമയമായി. നീല എവിടെ എല്ലാ പൈതങ്ങളെ കാത്തിരക്ഷിക്കണം ഭഗവാനേ. അങ്ങനെ നമ്മൾ ശബരിമലയ്ക്ക് പോകാനുള്ള വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരണയ്യപ്പോ ശരണയ്യപ്പോ അന്നത്തെ പോലെ ആവോ? ഞാൻ പറഞ്ഞോളാം. ഇത് വീട്ടിൽ കളയണം. അതിനെ കൊണ്ട് എൻ്റെ അമ്മ ശരണയ്യപ്പോ 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 ഭഗവാനേ ശരണയ്യപ്പോ ശരണയ്യപ്പോ ശരണയ്യപ്പോ
സ്വാമി ഭഗവാനെ ആയിരവല്ലി തമ്പുരാനെ വീരമണി കണ്ഠനെ ലോകനാഥനെ 18 പടിയെ സ്വാമി വീരമണി കണ്ഠനെ പ്രപഞ്ചനെ നാളികേര പ്രിയനെ പ്രിയനെ കുത്തിയാലെ സ്വാമി 18 പടി കൃഷ്ണ പൊന്നു ഭഗവാനെ തമ്പുരാനെ ഓവില്ലാളി വീരമണി കണ്ഠൻ ഭൂലോകനാഥൻ ഭൂമി പ്രപഞ്ചനോരനാനന്ദനയ്യപ്പ സ്വാമിയേ പിള്ളക്ക് ചായ കുടിക്കണം. പിള്ളക്ക് വിശക്കും. അത് വണ്ടിക്കാർ സ്വാമിയെ ഭൂലോകനാഥനെ ഹരിഹരസുതനെ തിരുമണി കണ്ഠനെ ലോകനാഥനെ ഭൂമി പ്രപഞ്ച അല്ല അതെല്ലാം വലിയ തേങ്ങയായിരുന്നു. അങ്ങനെ തിരിഞ്ഞ കൊച്ചു തിരിഞ്ഞു അല്ലേ ഇത്തവണത്തെ തേങ്ങകളെല്ലാം വലിയ തേങ്ങകൾ. തേങ്ങയൊക്കെ വലിയ തേങ്ങയാണെന്ന് ചെറുത് നോക്കി കടകൾ കയറിയാണ് എല്ലാം കൊണ്ടൊന്ന് ചേർന്നാണ് പിള്ളേർക്ക് വെച്ചത്. കെട്ട് കഴിഞ്ഞ് സമയമായി. സ്വാമിയേ ഹരിഹര സുധനേ വില്ലാളി വീരനേ വീരമണി കണ്ഠനേ ഭൂലോകനാഥനേ ഭൂമി പ്രപഞ്ചനേ സ്വാമിയേ ഹരിഹര സുധനേ വില്ലാളി വീരനേ വീരമണി കണ്ഠനേ ഭൂലോകനാഥനേ പൊന്ന് 18 പടിയേ പൊന്ന് ചിറ്റിപ്പാറ തമ്പുരാനേ പമ്പ വിളക്കേ സ്വാമിയേ ഹരിഹര സുധനേ വില്ലാളി വീരനേ വീരമണി കണ്ഠനേ ഭൂലോകനാഥനേ ഭൂമി പ്രപഞ്ചനേ സ്വാമിയേ ഹരിഹര സുധനേ വില്ലാളി വീരനേ വീരമണി കണ്ഠനേ ഭൂലോകനാഥനേ ഭൂമി പ്രപഞ്ചനേ സ്വാമിയേ. വണ്ടി എന്നപ്പോ പറയല്ലേ പോവാ
ഗൈസ് അങ്ങനെ നമ്മളെ കെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും കാപ്പി കുടിക്കാൻ പോയി. കാപ്പി കുടിച്ചിട്ട് കെട്ടി പോവും. തേങ്ങ തേങ്ങ എടുത്ത് കുടിക്കേ തേങ്ങ കൊടു അടുത്ത ആളാരാണ്? അടുത്ത എത്തിയിട്ട് കാണാം. നമ്മൾ എങ്ങോട്ടാണ് പോണേ? എവിടെ പോണേ? ആ ഏകദേശം പകുതി വഴി എത്തി. ആ കുറെ ദൂരം പോകാൻ നമുക്ക്. വേറെ വലുതായിട്ടൊന്നും ഇല്ല. എവിടെ പോണേ? എവിടെ പോണേ? നമ്മൾ എവിടെയാണ് പോണേ? എവിടെ? കാശി ചേട്ടൻ്റെ വീട്ടിലാ? അങ്ങനെ നമ്മൾ നിലയ്ക്കൽ എത്തി. ഹലോ ഗൈസ്, വീണ്ടും നമുക്കൊരു പണി കിട്ടി ഗൈസ്. വേറെ ഒന്നുമല്ല, 2 സീറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ വണ്ടി പമ്പയിലോട്ട് വിട്ടില്ല. പിന്നെ നിലയ്ക്കൽ വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്ന് തന്നെ KSRTC ബസ്സിൽ കയറി. ഇനി വേണം പമ്പയിലോട്ട് പോകാൻ. നമ്മൾ KSRTC ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഈ ബസ് ഫുള്ളായാലേ പോകുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പമ്പയിലെത്തിയിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ പമ്പ റീച്ചായിട്ടുണ്ട്. ഇനി പമ്പ ഇറങ്ങി കുളിച്ചിട്ട് ഇനി അടുത്ത് മല കയറ്റാം. അതൊക്കെ പറയും അവസാനം. പമ്പയിലേക്ക് പോകും. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ പമ്പയിൽ റീച്ചായി. പമ്പ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നെയ്റോസ്റ്റ്, ചമ്മന്തി, സാമ്പാർ, വട. മല
മല കയറാനായിട്ട് പോവാണ്. ഫസ്റ്റ് ഗണപതി അമ്പലം, അവിടെ നിന്ന് പിന്നെ വെർച്വൽ ക്യൂ, അത് കഴിഞ്ഞ് പിന്നെ മല കയറാം. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്ന വിശേഷം കാണാം. അതെല്ലാം അങ്ങോട്ടേക്ക് എത്തട്ടെ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഗണപതി അമ്പലത്തിലെത്തി. ഇനി വെർച്വൽ ക്യൂ ഉണ്ട്, അവിടെയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് പോകുന്നു. വെർച്വൽ ക്യൂ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്ത് മല കയറാനായിട്ട് പോവാണ്. എന്തായാലും അങ്ങോട്ടുള്ള വിശേഷമാണ്. എന്തായാലും ആദ്യത്തേത് നീലിമല കയറാൻ പോവുകയാണ്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ശരംകുത്തിയിലെത്തിയിട്ടുണ്ട്. എല്ലാ കയറ്റങ്ങളും കഴിഞ്ഞ് 2025 മല കയറ്റം ഏറെക്കുറെ നമ്മൾ എത്തി നിൽക്കുന്നു. ഇനി ഒരു 1.5-2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ മിഷൻ പൂർത്തിയാവും. കൂടെ വന്ന അയ്യപ്പന്മാരെല്ലാം, ഇത് വിമലയ്യപ്പൻ, ഇത് അനിലയ്യപ്പൻ, ശങ്കരൻ, ഹായ് പറ. ഹായ്. ഇത് മണിക്കുട്ടൻ അയ്യപ്പൻ. ഇതാണ് കേട്ടോ നമ്മുടെ കുരുസ്വാമി സാംബശിവൻ കുശ്യൻ. പിന്നെ നമ്മുടെ കാശിക്കുട്ടൻ അതിഥി. ഇനി 2 പേരൂടെ താഴ്ന്നു വരാനുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ പൊമ്പാർത്ത അഭിച്ചേട്ടനും അഭിച്ചേട്ടൻ്റെ മരുമകൻ പാച്ചു ആദിൽ കൃഷ്ണനാണ്. മല ഡെസ്റ്റിനേഷൻ ഏറെക്കുറെ പൂർത്തിയാവാറായി, നിരപ്പായി. പിന്നെ കുറച്ചുകൂടെ ഉള്ള മരക്കൂട്ടം. അപ്പോൾ എല്ലാ തവണത്തെ പോലെ വലിയ കടുപ്പമൊന്നുമില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എന്തൊരു സുഖം, കാറ്റടിച്ചപ്പോൾ എന്തൊരു സുഖം. ആരാ ഇതാണ് കേട്ടോ നമ്മളെ മാളയപ്പുറം അതിഥി. ആ കയറ്റം കയറിയിട്ടെ ഇങ്ങനെ ഈ ഇറങ്ങി നടക്കുന്നത് എന്തൊരു രസം അറിയാം. കൈയാണ് മാളികപ്പുറവും. അപ്പോൾ നമ്മളിനി ഇങ്ങോട്ട് പോകാൻ മാളികപ്പുറം അയ്യപ്പൻ്റെ ചന്തിലിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണത്തെ ഇതൊക്കെ എടുക്കണം. അവർ ഈ ടെയിൽ പോലത്തെ ഒരു സാധനമൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നടക്കാനൊക്കെ നല്ല എളുപ്പമാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എല്ലാം നിരപ്പാണ്, കയറ്റമൊന്നുമില്ല, ഇത് നിരപ്പാണ്. അപ്പം ഒരു 6:30 നമ്മൾ ദർശനം കണ്ടിറങ്ങുമെന്നാണ്. അന്ന് എന്തായാലും തിരക്കുണ്ട് കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ചതല്ല, തിരക്കുണ്ട്. ഇനി താഴ്ന്ന ആൾക്കാരെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകണം. ഏതാണ്ട് ശരംകുത്തിയിലെത്തി. അതെ, ഒരു കുരങ്ങൻ ചേട്ടനൊക്കെ ശരംകുത്തുന്ന സ്ഥലം. ഞാൻ വിചാരിച്ചില്ല കഴിഞ്ഞ തവണത്തോടെ ആവുന്നില്ല, എളുപ്പമായിരുന്നു. ഇതാണ് കേട്ടോ ശരംകുത്തി. ഗായ്സ്, ഇതിലൊരു കന്നിയയ്യപ്പനുണ്ട്. അപ്പോൾ കന്നിയയ്യപ്പൻ ശരംകുത്തിയിൽ വന്ന് ശരം കുത്തണമെന്നാണ് ആചാരം. അപ്പോൾ എന്തായാലും അവർ കന്നിയയ്യപ്പന്മാർ ശരം കുത്താൻ പോവുകയാണ്. നമ്മളെ ശങ്കരൻ, നമ്മളെ ശങ്കരനാണ് കന്നിയയ്യപ്പൻ. കന്നിയയ്യപ്പൻ എന്താ ശരവും കൊണ്ട് ശരം കുത്താൻ പോവുകയാണ്. എന്താ ഈശ്വരായിട്ട് അങ്ങനെ നമ്മളെ കന്നിയയ്യപ്പൻ ശങ്കരു. എവിടെ ശങ്കരു? ഇതാണ് കേട്ടോ നമ്മളെ കന്നിയയ്യപ്പൻ ശങ്കരൻ. പോം യാത്ര ഡ്രിങ്കിങ് വാട്ടറാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളെ കിണ്ടിയുടെ മോഡലിൽ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു മഴക്കുരാപ്പൊക്കെ ഉണ്ട് കേട്ടോ, മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ഡയലോഗ് ഓർമ്മ പറഞ്ഞത് അലിൻകുമാറിൻ്റെ ഒരു കോമഡിയാണ്. ഇവിടെ കിണ്ടി കിഴക്കോട്ടിരിക്കണമെന്നുള്ളത്. ഇത് കിഴക്കാണോ എത്താണോ എന്നറിയില്ല, എന്തായാലും കിണ്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അറകും വെത്തണം. ഗായ്സ്, അങ്ങനെ നമ്മൾ മരക്കൂട്ടം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ.
നല്ല മഴക്കോളും ഉണ്ട്. നമ്മളങ്ങനത്തെ തന്നെ മഴ കയറുന്നാൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മരക്കൂട്ടത്തെത്തി. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം മല കയറി മരക്കൂട്ടം എത്തി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മളെ അയ്യനെ കാണാനായിട്ട്. എന്തായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മരക്കൂട്ടം എത്തി. മരക്കൂട്ടം എന്നുള്ള ബോർഡ് ഇതാ തൊട്ട് മുന്നിൽ കണ്ടു. അടുത്തേക്ക് എത്താറായി. ഒരു ട്രാക്ടർ വന്നു. ഇതാ നമ്മുടെ മരക്കൂട്ടമായി. ഓ ഗായ്സ്, നമ്മളങ്ങനെ ഒരു അതിഥിയെ കണ്ടിട്ടുണ്ട്. അതിഥി ഓടരുത്, വെയിറ്റ് കറോ. ഹേയ് ബഡി, ഹായ്. ഗായ്സ്, അങ്ങനെ നമ്മൾ സന്നിധാനം റീച്ചായി. വലിയ മാടപ്പന്തലെത്തി. ഇനി കഴിക്കുക. അടുത്ത് തേങ്ങ അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക. നമ്മൾ തിരുമ്പി സഞ്ചി എടുക്കുക. നമ്മൾ അയ്യപ്പൻ്റെ പുണ്യ പൂങ്കാവനം. ഗായ്സ്, അങ്ങനെ നമ്മൾ വലിയ നടപ്പന്തലെത്തി. കെട്ടഴിച്ച് ഇനി അടിക്കാനുള്ള തേങ്ങയൊക്കെ എടുത്ത് നമ്മൾ റീച്ചാർജ് ഇനി താഴോട്ട് പോകണം. ചെറിയ മഴ തുടങ്ങി. എന്തായാലും നമ്മൾ താഴോട്ടേക്ക് പോകണം. ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എടുക്കാൻ പറ്റുന്ന എടുക്കാം. ഇനി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ 18-ാം പടിയൊക്കെ തള്ളി കയറി. പക്ഷെ നടന്നു തുടങ്ങില്ല. അവിടെ ഇപ്പോഴേ തുറന്നു. നമ്മൾ മേലാണ് ടവറിലെത്തി. ഇനി ദർശനം കാണാനാണ്. നല്ല മഴ കേട്ടോ, അടിപൊളി. നമ്മൾ മേളിലെത്തി. മേളിൽ നിൽക്കുകയാണ്. കൊടിമരം നമുക്കിവിടെ അടുത്തുനിന്ന് കാണാം. ഉത്സവ കൊടിയേറ്റമൊക്കെ കഴിഞ്ഞ് കൊടിമരം നമ്മളിവിടെ എത്തി. അങ്ങനെ ദർശനം കണ്ടിറങ്ങി. അടിപൊളി ദർശനമായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അയ്യപ്പൻ നല്ല അടിപൊളിയായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ ഈ വെച്ച് ഈ നെയ്ത്തേങ്ങ ഉടച്ച് പൂജാ സാധനങ്ങളെല്ലാം ഇനി കൊണ്ടിടാവർക്ക് കൊണ്ടിടണം. തേങ്ങ അഴിക്കണം, അഭിഷേകത്തിന് നീ കൊടുക്കണം. അപ്പം അതിൻ്റെ പരിപാടികളെല്ലാം അവിടെ നടന്നു. നമ്മളെ കൂടെ വന്നവരെല്ലാം ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നെയ്ത്തേങ്ങ പൊട്ടിച്ച് ആ ഇരിക്കുന്ന തൂക്കാത്രത്തോട്ട് മാറ്റി അഭിഷേകത്തിന് കൊണ്ടുപോകണം. പിന്നെ പൂജാ സാധനങ്ങൾ കൊണ്ടിട്ട് അടുത്തിടണം. അരിയും പൂവും ഇതെല്ലാം കൊണ്ടിടേണ്ട അടുത്ത് ഇടണം. പിന്നെ ഇവിടെ ഒരു ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ആഴിയിൽ തേങ്ങ ഇടാൻ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ മലയപ്പുറത്ത് പോയി പൂജാ സാധനങ്ങളെല്ലാം ഇട്ട് പ്രസാദമൊക്കെ വാങ്ങി അവിടെ ഇറങ്ങി. നല്ല മഴ. പിന്നെ ഏറെക്കുറെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അഭിഷേകത്തിന് നീ കൊടുക്കാൻ ലോട്ടറി ഇടണം. 3 മണിക്കുള്ള ലോട്ടറി. വിമൽ മാമൻ ടിക്കറ്റ് ഇടുക്കി. നാളത്തെ ഭാഗ്യവാന്മാർ നിങ്ങളെ എങ്ങനെയാട്ടാ? പടിപ്പൂച്ച് നമ്മൾ വിരി വെച്ചെടുത്ത് ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, അന്നദാനം തുടങ്ങി. കിട്ടി അന്നദാനം കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂപ്പണാണ് കിട്ടിയത്. എന്തായാലും ചോദിക്കുന്നു എന്താണ് ഫുഡെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ
അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി അവിടെ നേരെ പമ്പയിൽ പോയി സ്റ്റേ. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ദർശനം രണ്ടാമതും കയറി കേട്ടോ. രണ്ടാമതും കയറി തൊഴാൻ പറ്റി. നല്ല അടിപൊളിയായിട്ട് തൊഴുത്. പിന്നെ പടിപൂജ നടക്കുന്ന സമയമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി. ഇനി നേരെ പമ്പയിലേക്ക് പോകാം. ഇപ്പം മരക്കൂട്ടം വഴി നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് പമ്പയിലെത്തിയിട്ട് കാണാം. ഹായ് ഗായ്സ്, നമ്മൾ പമ്പയിലെത്തിയില്ല. ഇപ്പം നമ്മൾ സ്വാമിയപ്പൻ റോഡ് കയറാതെ നമ്മൾ വന്ന വഴി തന്നെ കയറുകയാണ്. അത് അപ്പാച്ചിമേടും നീലിമലയ്ക്ക് കയറി തിരിച്ചിറങ്ങണം. ആദ്യമായിട്ടാണ് കയറിയ വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങുന്നത്. സാധാരണ നമ്മൾ ഇതുവഴി വന്നിട്ട് തിരിച്ച് സ്വാമിയപ്പൻ റോഡ് വഴിയാണ് സാധാരണ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ മഴയായതുകൊണ്ട് അങ്ങോട്ട് പോയാൽ വേറെ ഒരിടത്ത് കയറി നിൽക്കാനുള്ള സൗകര്യമില്ല. മഴ പിന്നെ നനയേണ്ടി വരും ഫുള്ള്. ഇതാകുമ്പം ഇടയ്ക്ക് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ കയറി നിൽക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വഴി വന്ന വഴിയാണ് തിരിച്ചു പോകുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ പോയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ താഴെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ താഴെ എത്തി. പമ്പയിൽ എത്താറായി. ഇന്നിവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇവിടെ കിടന്നിട്ട് രാവിലെ കഴിച്ച് പോകും. അപ്പോൾ കാപ്പിയുടെ കഴിഞ്ഞ് ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പമ്പയിൽ നിന്ന് പാക്കപ്പ് ചെയ്ത് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പമ്പയിൽ നിന്ന് പാക്കപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ നിന്ന് താഴെ പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി നിലയ്ക്കലാണ് നമ്മൾ വണ്ടി കിടക്കുന്നത്. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇന്നലെ കയറി വന്ന വഴിക്കുള്ള ആ ഒരു കുതിര പുലി, അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്നത്, പുലി മുകളിലിരിക്കുന്നുണ്ട്. എന്തുവാടേ ഇത്? കുതിരയല്ലേ, പുലിയല്ല, നമ്മുടെ മേലിരിക്കുന്ന പുലി. അപ്പം എന്നാലും നമുക്ക് പമ്പയിൽ പോയി ഫ്രഷപ്പായിട്ട് നേരെ നിലയ്ക്കൽ. ഗായ്സ്, അങ്ങനെ നമ്മൾ പമ്പ വിടുകയാണ്. പിന്നെ അടുത്ത് ബസ്സിൽ കയറി നേരെ നിലയ്ക്കൽ. പമ്പയിൽ നിന്ന് ബസ്സിൽ കയറി നേരെ നിലയ്ക്കൽ പോയി ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടി കയറി. പിന്നെ ഇനി അടുത്ത് കുളിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ട്, വടശ്ശേരിക്കര എന്നൊരു സ്ഥലം. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നിലയ്ക്കലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റിയില്ല. അങ്ങനെ പോയ വഴിക്ക് അങ്ങനെ നമ്മൾ കുളിക്കാൻ ഇറങ്ങി. കുളിക്കടവ് എത്തി. നമ്മളെന്നും കുളിക്കുന്ന സ്ഥലത്തല്ല, ഇന്നിപ്പം വേറൊരു സ്ഥലത്താണ് ഇറങ്ങിയത്. ഗായ്സ്, നമ്മൾ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെയാണ് കേട്ടോ നമ്മൾ കുളിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ മലയാളപ്പുഴ അമ്പലത്തിൽ. അപ്പോൾ എന്തായാലും ഇനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. ഗായ്സ്, ഭയങ്കര തിരക്കാണ്. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ്. വണ്ടി അപ്പുറത്ത് ബാക്കി വയ്ക്കുന്നു, വണ്ടി എടുക്കാൻ പോയിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് ഇനി നേരെ വീടും കൂടെ ആകുമ്പോൾ അവിടെ ചെന്ന് മാല ഊരുക. നമ്മളുടെ ഈ ഒരു മിഷൻ കംപ്ലീറ്റ്. ചിക്കൻ വാങ്ങിക്കുക, തിന്നുക. അത് ആ സമയം ചിക്കൻ വാങ്ങിക്കുന്നു, തിന്നു. ഇന്ന് നമ്മൾ ചിക്കൻ തീറ്റുന്നത് 2 ദിവസമൊക്കെ കഴിഞ്ഞ തവണ അമ്പലത്തിൽ മലയ്ക്ക് പോയിട്ട് വന്ന ഉടനെ വ്രതം മുറിക്കാൻ വേണ്ടി ചിക്കൻ ബിരിയാണി കഴിച്ച് 2 ദിവസം പണി പാളി. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ
ചിക്കനൊക്കെ കഴിക്കണുള്ളൂ. അപ്പോൾ ആദ്യം ചെറിയ രീതിക്ക് നമ്മള് തിരിച്ച് എത്തിയിട്ടുണ്ട്. ഇന്നലെ പോയി മാല ഊരണം. ആ അടിച്ചോ. നമ്മുടെ ശബരിമല യാത്ര അവസാനിച്ചു. വന്നു, തേങ്ങയടിച്ചു, മാല ഊരി. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്.